ചരിത്രപ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവം ഓരോ വർഷവും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ACV കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ സൗന്ദര്യം, അതിൻ്റെ ചരിത്രം അതെല്ലാം തന്നെ അനാവരണം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറേ വർഷമായിട്ട് നമ്മോടൊപ്പം ACVയുടെ ചീഫ് ക്യാമറാമാനാണ്. ഓൾ കേരള ലൈവിൽ തന്നെ ഒരുപാട് വിഷ്വൽസ് അദ്ദേഹത്തിൻ്റെതായിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് അംബരീഷ് വർഷങ്ങളായിട്ട് ലൈവിൽ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ട്, എങ്ങനെയാണ് ഇതിപ്പോൾ ഫീൽ ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റോറി എടുക്കാൻ തന്നെ കാരണം വേറൊന്നുമില്ല. കഴിഞ്ഞ 20 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഈ ആങ്കറായിട്ട് നമ്മുടെ ACVയുടെ ലൈവ് ഷൂട്ട് ചെയ്ത് ആങ്കറായിട്ട് ഈ സ്റ്റോറികളെല്ലാം ചെയ്യുന്നത് ദാസേട്ടനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ദാസേട്ടനോട് വേണം ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ. കഴിഞ്ഞ 20 വർഷമായിട്ട് ദാസേട്ടൻ ഈ സ്റ്റോറികൾ ജനങ്ങളെല്ലാവരും കാണുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. എന്താണ് 20 വർഷമായിട്ട് അന്നത്തെ തുടക്കത്തെ തേരുകളും ഇപ്പോഴത്തെ തേരും എങ്ങനെ വ്യത്യാസം? എനിക്ക് കൽപ്പാത്തി എന്ന് വെച്ചാൽ കൽപ്പാത്തി UP സ്കൂൾ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ ഗ്രാമവീഥികളിലൂടെയാണ് ഞാൻ സ്കൂളിലേക്ക് വരുന്നത്. പിന്നെ ഈ 5 മുതൽ 7 വരെ കൽപ്പാത്തി സ്കൂള്, 8 മുതൽ 10 വരെ ഇവിടെ അടുത്തുള്ള കൊമരേഡ് സ്കൂൾ. അങ്ങനെ ഈ ഒരു ഗ്രാമമായിട്ട് ഒരു അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. കാരണം വെച്ചാൽ ബാല്യകാലം മുതൽക്ക് തന്നെയുള്ളൊരു ബന്ധമുണ്ട്. കർണാടക സംഗീതമൊക്കെ ഉണ്ട്. പക്ഷേ അന്നത്തെ തേരെന്ന് വെച്ചാൽ ഒരു വല്ലാത്തൊരു ഇതായിരുന്നു. കാരണം ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള അവസ്ഥയായിരുന്നു. പിന്നീട് ഓരോ വർഷവും കഴിയുന്തോറും ആ രഥോത്സവത്തിന് മുഖം മാറണം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ACV പാലക്കാട് ആദ്യമായിട്ട് തുടങ്ങുന്നത് 98-ലാണ്. അതിൽ ആ 98-ൽ നമ്മൾ ACV തുടങ്ങുമ്പോൾ ആദ്യത്തെ വാർത്താ അവതാരകൻ ആണ് ഞാൻ. ഫസ്റ്റായിട്ട് നമ്മളത് ചെയ്യുന്ന വാർത്താ അവതാരകൻ നിലയിലേക്ക് അന്ന് നമ്മൾ കൽപ്പാത്തി രഥോത്സവം നമ്മൾ ന്യൂസിൽ നമ്മളത് ചെയ്യുമായിരുന്നു. പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു പരിമിതികളും ഇത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീടാണ് 2005-ലാണ് നമ്മൾ ACV ഓൾ കേരള ലൈവായിട്ട് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ആ ലൈവിൽ അവതാരകനായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. ഒരു വല്ലാത്തൊരു വൈബാണ് ഓരോ വർഷവും നമുക്ക് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് 18 വർഷമായി അംബരീഷ് ഇപ്പോൾ എൻ്റെ കൂടെ, ഞാനൊരു ഏകദേശം 18 വർഷമായി ഞാനും ഈ ക്യാമറയായിട്ട് ദാസേട്ടനൊപ്പം തന്നെ കൂടെ തന്നെ ഉണ്ട്. അംബരീഷിന് എങ്ങനെയാണ് അത് ഫീൽ ചെയ്തതൊക്കെ എങ്ങനെയാണ്? നമ്മൾ സത്യം പറഞ്ഞാൽ ചില ആഘോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കും. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കാത്തിരിക്കുന്ന ഒരു ഉത്സവം എന്ന് പറയുന്നത് കൽപ്പാത്തി രഥോത്സവമാണ്. 3 ദിവസം നമുക്ക് ഇവിടെ ഒരു പ്രത്യേക വൈബാണ്. അത് വന്നവർക്കേ അറിയുള്ളൂ. ഒരു തവണ വന്നവർ പിന്നീട് മിസ് ചെയ്യില്ല, വീണ്ടും വരും. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം കഴിയും തോറും ഈ കൽപ്പാത്തി രഥോത്സവത്തിൽ തിരക്ക് കൂടിക്കൊണ്ടാ വരിക അല്ലേ. അത് മറ്റൊന്നുമല്ല, ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെന്തായാലും വീണ്ടും വരും. ആ ഒരു നല്ലൊരു വൈബാണത്, നമ്മളൊരിക്കലും മിസ് ചെയ്യില്ല ഈ കൽപ്പാത്തി രഥോത്സവം. പ്രേക്ഷകർ ഈ പറയുന്ന പോലെ തന്നെ നോക്കൂ, ഈ കണ്ടില്ലേ താഴികക്കുടം നോക്കൂ. രഥോത്സവത്തിൻ്റെ താഴികക്കുടം മുതൽ അതിൻ്റെ പിന്നെ രഥപീഠം വരെ ഇതെല്ലാം തന്നെ ഞെട്ടിമാലകൾ കൊണ്ട് അലങ്കരിച്ച രഥമാണിത്. ഇത് തഞ്ചാവൂരിലെ മായാവരത്ത് ഈ ദിവസം തന്നെയാണ് രഥോത്സവം നടക്കുന്നത്. പക്ഷേ അവിടെ വിവിധ വർണ്ണങ്ങളിലുള്ള ചേലകൾ കൊണ്ട്, സാരികൾ കൊണ്ട് അലങ്കരിച്ചാണ് രഥം മുന്നോട്ട് നയിക്കുന്നത്. പക്ഷേ കൽപ്പാത്തി രഥോത്സവം സംബന്ധിച്ച ഞെട്ടിമാലകൾ, ഇത്തരം ഞെട്ടിമാലകൾ ഉണ്ടാക്കുന്ന വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്, ബൊമ്മകൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ രഥപീഠത്തിൽ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥാതന്തുക്കൾ അതാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. മാത്രമല്ല പഴവും നാരങ്ങാമാലകളും ഒക്കെ പ്രേക്ഷകർ ഈ കാണുന്നത് പോലെ തന്നെ അതൊരു വല്ലാത്ത വൈബാണ്. ഇത് ക്യാമറ കണ്ണുകളിലൂടെ പോകുമ്പോൾ അംബരീഷ് അത് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ഫ്രെയിം വയ്ക്കുക. അത് ഈ രഥോത്സവത്തിന് വന്നു വെച്ചാൽ എവിടെ ഫ്രെയിം വെച്ചാലും നല്ലൊരു ഫ്രെയിമാണ്. അപ്പോൾ രഥത്തിൻ്റെ മാത്രം ഫ്രെയിം വെക്കണം എന്നില്ല. ഓഡിയൻസ് ഇപ്പോൾ ഈ ഗ്രാമവീഥികളിലൊരു വൈഡ് ഷോട്ട് ഇട്ട് കഴിഞ്ഞാൽ തന്നെ കണ്ടില്ലേ, 2 ഭാഗത്ത് നല്ല വീടുകൾ, പിന്നെ ജനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല ഫ്രെയിം എവിടെ വെച്ചാലും നല്ല നല്ല ഫ്രെയിമുകൾ കാണാം. പിന്നെ അതുപോലെ ഈ കടകൾ, അത് പ്രധാനമാണല്ലോ. കടകൾ ഇവിടെ നിന്ന് ഫുള്ള് ഏകദേശം എത്ര കിലോമീറ്റർ? അതെ ഫുൾ കടകളാണ്. അതിൽ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ കൽപ്പാത്തി രഥോത്സവം ലൈവ് ചെയ്യുമ്പോൾ 3 ദിവസമാണ് നമ്മൾ ലൈവ് ചെയ്യുന്നത്. അത് സങ്കീർണമാണ്. കാരണം വെച്ചാൽ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ചരിത്രവും അതൊക്കെ സംസാരിക്കാൻ നമുക്കൊരു വെറും അരമണിക്കൂർ കൊണ്ട് നമുക്ക് തീർക്കാവുന്നതാണ്. ഒരു സമുദ്രം പോലത്തെ സംഭവത്തെ ക്യാപ്സ്യൂൾ ടൈപ്പിലേക്ക് ആക്കി മാറ്റാം. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കും, 3 ദിവസമാണ് ഞങ്ങൾ ലൈവ് ചെയ്യുന്നത്. ലൈവ് ചെയ്യുമ്പോൾ കേൾക്കുന്ന പ്രേക്ഷകന് ഒരിക്കലും ഒരു അലോസരം ഉണ്ടാവാൻ പാടില്ല, അവർക്കൊരു മോശമായിട്ടുള്ളത് വരാനും പാടില്ല. അതൊരു ഭയങ്കര സങ്കീർണമാണ്. അപ്പം നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്ന് വെച്ചാൽ അത് കാണുന്ന കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതിനിടയിൽ ഒരുപാട് വിഷമതകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ലൈവ് ചെയ്യുന്നതിനിടയിൽ തന്നെ ഒരുപാട് വിഷമതകൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും 1998-ൽ ഞാനിന്ന് മനോരമയുടെ റിപ്പോർട്ടറായിരുന്നു. മനോരമ ലേഖനമായിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യമൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് പോയി ഓഫീസിൽ പോയി അത് പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ, മനോരമയിലെ ഫ്രണ്ട് പേജിൽ കൊടുക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. ഞാൻ വാർത്ത എഴുതുന്നു. വാർത്ത എഴുതാൻ വേണ്ടി മനോഹരമായിട്ടുള്ള വാർത്തയൊക്കെ എഴുതി നിൽക്കുമ്പോഴാണ് രഥത്തിന് തീപിടിച്ചു എന്നുള്ള വാർത്ത വരുന്നത്.
തീപിടിച്ചു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, കുട്ടികളുള്ള രഥം, അതും പുതിയ രഥം ഉണ്ടായിട്ട് 1986 ആണ് ആ രഥത്തിന് വേണ്ടിയിട്ട് 30 ലക്ഷം രൂപയും നിർമ്മാണ ചെലവൊക്കെ ആയിട്ട് രഥം നിർമ്മിച്ചത്. അത് വൈദ്യുതി സർക്യൂട്ട് മൂലം കുണ്ടമലത്തിന് മുന്നിൽ വെച്ച് രഥം തീപിടിക്കുകയാണ്. ഒരുപക്ഷെ രഥോത്സവ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രഥത്തിന് തീപിടിക്കുന്നത്. ഈ തീപിടിച്ചത് മനോരമയിൽ നിന്ന് അത് 98-ലായിരുന്നു. കാരണം മനോരമയുടെ ചീഫ് റിപ്പോർട്ടർ ജെയിംസ് ആർപ്പുകരിയും ഞാനും കൂടെ അവിടെ നിന്ന് വണ്ടിയിൽ പറന്നു വരിക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇവിടെ വരുമ്പോൾ ഒരു അസ്ഥികൂടം കണക്കെയുള്ള അസ്ഥികൂടം എന്ന് വെച്ചാൽ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നില്ല, മനോഹരമായിട്ടുള്ള ഈ നെട്ടിമാലകൾ ഇതില്ലേ, ഇത് മുഴുവൻ കത്തിപ്പോവുകയാണ്. വൈദ്യുതി സർക്യൂട്ട് മൂലം കത്തിപ്പോയിട്ട് കുണ്ടമലത്തിന് മുന്നിൽ ഒരു അസ്ഥിപഞ്ചരമായിട്ട് നിൽക്കുന്ന രഥത്തെയാണ് നമ്മൾ കാണുന്നത്. ഭാഗ്യം, അതെ, ആ 3ാം രഥോത്സവ ദിവസം കാരണം വെച്ചാൽ ആ കുട്ടികൾ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെടുന്നത്. അതെങ്ങനെയാണെന്ന് പോലും അറിയില്ല. അതിന് നിർത്തിവെച്ചില്ല. കാരണം വെച്ചാൽ അതോടുകൂടി ആ രഥം അവിടെ നിൽക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ ഏറ്റവും വലിയൊരു വിഷമകരമായിട്ടുള്ളൊരു അവസ്ഥ എന്ന് വെച്ചാൽ നമ്മുടെ ACBയുടെ ലൈവ് ഒരു 10 വർഷമായിട്ടില്ല. 10 വർഷം മുമ്പ് നമ്മളെ ലൈവ് കണ്ടു. ഇന്ന് കാണുന്ന പോലെ മീഡിയാസൊന്നും അത്രയൊന്നും ഇല്ലായിരുന്നു. അതെ, പക്ഷെ അങ്ങനൊരു ലൈവ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഏറ്റവും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 20 വർഷത്തെ ലൈവിൽ അവതാരക നിലയിൽ ഏറ്റവും വേദനിപ്പിച്ചത് ഒരു BTech വിദ്യാർത്ഥി നമ്മുടെ ലൈവ് വീട്ടിലിരുന്ന് കാണുന്നു. തൊട്ടപ്പുറത്തുള്ള ഈ മന്ദകലക്ഷത്തെ തൊട്ടപ്പുറത്തുള്ളൊരു കുട്ടിയാണ്, എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന കുട്ടി. ആ പയ്യൻ നമ്മുടെ ഈ ആവേശത്തോടെയുള്ള അവതാരണം കണ്ട് ആവേശത്തോടെ വന്നിട്ട് തേര് നിയന്ത്രിക്കാൻ വേണ്ടി ആ കുട്ടി നിൽക്കുന്നു, തേരിനടിയിൽ പെട്ടുപോകുന്നു. അങ്ങനെ ദാരുണമായിട്ട് ആ കുട്ടി മരിക്കുന്നൊരു കാഴ്ച നമ്മൾ 3-4 ക്യാമറയിൽ വെച്ച് സ്റ്റുഡിയോയിൽ വെച്ച് ഞാനിത് അവതരിപ്പിച്ച് കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി അതിനകത്ത് പെടുന്നൊരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ഏറ്റവും വേദനിപ്പിക്കുന്ന, ഒരുപക്ഷെ രഥോത്സവ ചരിത്രത്തിൽ അവതാരകനായിട്ട് ലൈവിൽ വന്നതിന് ശേഷം ഏറ്റവും വേദനിപ്പിച്ചൊരു സംഭവമായിരുന്നു ആ കുട്ടിയുടെ മരണം. BTech ബിരുദധാരിയായിട്ടുള്ള ചെറുപ്പക്കാരൻ്റെ മരണം. അത് ഒരിക്കലും നമുക്കത് വിസ്മരിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഒരുപാട് മീഡിയാസ് വരുന്നുണ്ട്. അതെങ്ങനെയാണ്? കാരണം വെച്ചാൽ പണ്ട് നമ്മൾ ACB മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ മെയിൻ ചാനൽസ് പോലും അതിന് ഇടം കൊടുക്കുന്നു. എങ്ങനെ ഫീൽ ചെയ്യും? ഇപ്രാവശ്യം എന്താ വെച്ചാൽ നമ്മുടെ കൽപ്പാത്തി രഥോത്സവത്തോട് അനുബന്ധിച്ച് തന്നെ ഇപ്പോൾ ഇലക്ഷനും കൂടെ വന്നതുകൊണ്ട് കൂടുതൽ മീഡിയാസ് കൂടുതൽ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഏഷ്യാനെറ്റോ മനോരമയോ മാതൃഭൂമിയോ റിപ്പോർട്ടറോ 24 ഏതോ ആയിക്കോട്ടെ, ഒരു യൂണിറ്റിൽ തന്നെ വരുന്നതും 4-5 യൂണിറ്റൊക്കെയാണ് ഓരോ ചാനലിൽ നിന്ന് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ചാനലുകാരും ഇവിടെ ഉണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ്. ഇപ്പോൾ ഞാനിപ്പോൾ 18 വർഷം, ദാസേട്ട 20 വർഷം. അപ്പം നമ്മൾ തമ്മിൽ ലൈവ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം മറക്കാൻ പറ്റാത്ത ഒരു സമയം ഈ രഥോത്സവം എന്ന് പറയുന്നത് കോവിഡ് സമയത്തെ രഥോത്സവം. അന്ന് ഈ ജനത്തിരക്ക് ഒന്നുമില്ല അല്ലേ? അന്ന് രഥത്തിന് പകരം മറ്റേ പല്ലക്ക് പോലെ. അതെ, തീർച്ചയായും പുഷ്പ പല്ലക്കല്ല. കാരണം വെച്ചാൽ അത് സ്വഭാവമായിട്ട് രാത്രിയൊക്കെ കൊണ്ടുപോകുന്ന പല്ലക്കാണ്. കോവിഡ് കാലത്താണ്, ഒരുപക്ഷെ കോവിഡ് കാലത്താണ് ഇത്രയുള്ള രഥോത്സവത്തിൻ്റെ ഈ 600 വർഷത്തോളം ചരിത്ര പാരമ്പര്യം പറയുന്ന രഥോത്സവം ബ്ലോക്ക് ചെയ്യുന്നത് കോവിഡ് കാലത്താണ്. ഒരിക്കലും അതെ, ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. കോവിഡിന് ഒരിക്കലും രഥം വന്നില്ലല്ലോ. അപ്പോൾ അത് ഒരു പുഷ്പപ്പല്ലക്ക് എന്നൊക്കെ നമ്മൾ രാത്രി പറയില്ലേ, ഈ ദേവീദേവന്മാരെ ആചാരാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് ചടങ്ങായിട്ട് മാത്രം കൊണ്ടുപോകുന്ന ഒരു രഥോത്സവമായിരുന്നു കോവിഡ് കാലത്തുള്ളത്. ചരിത്രത്തിലാദ്യമായിട്ടാണ് രഥോത്സവത്തിനൊരു ബ്ലോക്ക് വരുന്നത്. കാരണം വെച്ചാൽ അതൊരു വല്ലാത്ത അവസ്ഥ. ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും മെയിൻ ചാനൽസ് പോലും അത് സ്പേസ് കൊടുക്കുന്നു. കാരണം കൽപ്പാത്തി രഥോത്സവം ഒരു മലയാളിയുടെ ഏറ്റവും വലിയൊരു ഉത്സവമായിട്ട് മാറിയിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ മലയാളിയുടെ ഉത്സവ ഭൂപടത്തിൽ ഇത്രയധികം സ്വാധീനമുള്ള ഉത്സവം വേറെ വന്നിട്ടില്ല. എങ്ങനെയാണ് അംബരീഷിനെ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? കാരണം ഇത്രയധികം ക്യാമറാമാൻമാർ വരുന്നു, അല്ലെങ്കിൽ അവരെല്ലാം തന്നെ ഇതിന് സ്പേസ് കൊടുക്കുന്നു. താങ്കൾക്കത് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതൊക്കെ? പറയുകയാണെങ്കിൽ നല്ല കാര്യം തന്നെ. എല്ലാവരും ഈ നല്ല വിഷ്വൽസ് എടുക്കാനുള്ള എല്ലാ ചാനലുകാരും വരുന്നത്. പിന്നെ ഈ കൽപ്പാത്തിയുടെ ഈ രഥോത്സവം ലോകം മുഴുവൻ കുറച്ചുകൂടി അറിയപ്പെടുന്നുണ്ട്. എല്ലാ ചാനലുകളും വരുന്നതുകൊണ്ട്. മുമ്പ് പറഞ്ഞ ചാനലുകൾ കുറവായിരുന്നു. അന്നത്തെ പോലെയല്ല, ഇന്നിപ്പോൾ പ്രേക്ഷകർ കൂടുതൽ പേര് കാണുന്നുണ്ട്. ന്യൂസ് ചാനലൊക്കെ കാണുമ്പോൾ എല്ലാ ചാനലുകാരും ഈ വാർത്തകൾ പുറത്തു വിടുമ്പോൾ ലോകം മുഴുവൻ ഇതിൻ്റെ പ്രശസ്തി അവിടെ എത്തുന്നു. അതുകൊണ്ട് തന്നെ ജനസംഖ്യയും അതേപോലെ തന്നെ ഓരോ വർഷം തോറുന്ന ഇവിടെ ജനസംഖ്യ കൂടാൻ അതും ഒരു കാരണമാണ്. പിന്നെ മാത്രമല്ല, ഒരു വർഷം കഴിയും തോറും ഇവിടുത്തെ വഴിവാണിഭ കച്ചവടക്കാരുടെ ഒരു വലിയ പ്രശ്നമാണ്. കാരണം വെച്ചാൽ നേരത്തെ കൽപ്പാത്തി രഥോത്സവം എന്നൊക്കെ പറഞ്ഞാൽ പൊരി വിൽപ്പനക്കാർ, അതുപോലെ തന്നെ കരിമ്പ് വിൽക്കുന്ന ആളുകൾ, ഇവരെല്ലാമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ഇപ്പോൾ കുട്ടികളെ ആകർഷിക്കുന്ന ടോയ്സുകൾ, അതുപോലെ സ്ത്രീകളെ ആകർഷിക്കുന്ന പുതിയ പുതിയ ഓർണമെൻറ്റ്സുകൾ, അതൊക്കെ ഒരു വല്ലാത്തൊരു ഇത് തന്നെയാണ്. കാരണം അത് നമുക്ക് ക്യാമറയിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഭയങ്കര വിഷ്വൽ ബ്യൂട്ടി, അത് അംബരീഷിനെ പോലൊരു ആൾക്കാർ അനുഭവപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ കൽപ്പാത്തി ദിവസം കുണ്ടമ്പലമൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, കടകൾ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് താങ്കൾക്കത് ഫീൽ ചെയ്തത്? നല്ല നല്ല ഫ്രെയിമുകൾ എടുക്കാം. അതായത് നമ്മൾ എല്ലാ വർഷവും കളിപ്പാട്ടങ്ങളെ വെച്ച് മാത്രം ഒരു സ്റ്റോർ ചെയ്യാറുണ്ട്. അതിന് മുമ്പ് ഏകദേശം 1 മണിക്കൂറോളം നിർത്താതെ. അതെ, അത് ചരിത്രമാണത്. അതെ, 1 മണിക്കൂർ ഞങ്ങൾ നിർത്താതെ ഷൂട്ട് ചെയ്തുകൊണ്ട് ഈ 2 ഭാഗത്തുള്ള കടകൾ മാത്രം ഷൂട്ട് ചെയ്തുകൊണ്ട് 1 മണിക്കൂറോളം ഞങ്ങൾ ഒരു സ്റ്റോറിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ ലൈവിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അത്ര ലോങ് ആയിട്ട്. കാരണം വെച്ചാൽ ഒരു കട്ട് ഷോട്ട് പോലും ഇല്ലാതെ
കാരണം വെച്ചാൽ ഇവിടെ നിന്ന് തുടങ്ങി മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ തുടങ്ങി നേരെ കുണ്ടമ്പലത്തിന് നേരെ ചാത്തപുരം കൃഷ്ണസ്വാമി ക്ഷേത്രം വരെ. കാരണം വെച്ചാൽ എല്ലാം നമ്മൾ ചരിത്രം മുഴുവൻ പറയുന്നു, ഇതിൻ്റെ ഒരു ആധികാരികമായിട്ടുള്ള രേഖകൾ പറയുന്നു. അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. അത് സമയത്തും ഒരു മണിക്കൂറും ഏകദേശം ഒരു 15 മിനിറ്റുമാണ് മറ്റേ അത് ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ക്യാമറ ചെയ്തത് അംബരീഷായിരുന്നു. അതന്നെ അതാ പറഞ്ഞത്, നല്ലൊരു ഇവിടെ മൊത്തം കളർഫുള്ളാണ്. ഇപ്പോൾ രണ്ട് ഭാഗത്ത് ഈ കളിപ്പാട്ടങ്ങൾ ഇല്ലെങ്കിൽ മറ്റുള്ള ഓർണമെൻറ്റ്സ് എല്ലാവിധ സംഭവങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതിലേക്കൊക്കെ ഫ്രെയിം പോകുമ്പോൾ നമുക്ക് അറിയുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ നമ്മൾ ക്യാമറ ചെയ്യുമ്പോൾ അതൊരു ആസ്വദിച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഇതും നമുക്ക് അതങ്ങനെ അറിയില്ല. സമയം പോകുന്ന അറിയില്ല. ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. തെരഞ്ഞെടുപ്പിനിടയിൽ ഒരു രഥോത്സവം, പിന്നെ മാത്രമല്ല രഥോത്സവം ആയിട്ടാണ് ഇലക്ഷൻ പിന്നെ അങ്ങോട്ട് മാറ്റിവെക്കാനുള്ള ഒരു കാരണം പോലും അല്ലേ? കാരണം 20-ാം തീയതിയിലേക്ക് അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല. അത് ഇന്ന് വരെ രഥോത്സവ സമയത്ത് ഇലക്ഷൻ വന്നിട്ടില്ല. അതെ, കറക്റ്റ്. അങ്ങനെ വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്നു, 20-ലേക്ക് മാറ്റുന്നു. ആ മാറ്റിയതിനെക്കുറിച്ച് സ്വാഭാവികമായിട്ടും ഇത്രയധികം മറ്റേ മീഡിയാസ് വളരെ ഇതായിട്ട് വന്നിരിക്കുന്നു, ക്യാമറമാരും ഒക്കെ. അതെങ്ങനെയാണ് അതൊക്കെ ഫീൽ ചെയ്യുന്നതൊക്കെ? അതന്നെ, ഇതിപ്പോൾ ഇലക്ഷനും കൂടി വന്നതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ കൂടുതൽ ചാനലുകാർ ഇപ്പോൾ ഓരോ ചാനലിൽ നിന്നും 6-7 യൂണിറ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ ഇലക്ഷൻ വർക്കിന് 2 പേരുണ്ടാവും. അപ്പോൾ ഈ തേരെടുക്കാനായിട്ട് വേറെ 2 യൂണിറ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാ ചാനലുകാരും ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും അംബരീഷ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ കൂടെ കാണിച്ചാൽ നമ്മൾ ക്യാമറയുടെ ഒരു 3-ാം കണ്ണെന്നൊക്കെ പറയില്ലേ, അത് വളരെ മനോഹരമായിട്ട് ഇത്രയും വർഷം ACVക്ക് വേണ്ടി, ACVയുടെ പ്രേക്ഷകർക്ക് വേണ്ടി പിന്നെ പതിപ്പിച്ചത് അത് അംബരീഷാണ്. ഞാൻ ഈ 20 വർഷമായിട്ട് അവതാരകനായിട്ട് ACVയിൽ ഇത് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നു. അതോടൊപ്പം തന്നെ 18 വർഷമായിട്ട് അംബരീഷും ഒരു നിഴൽ പോലെ എൻ്റെ കൂടെ തന്നെയുണ്ട്. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഞങ്ങളെ പൂർണ്ണമായിട്ടും അറിയാം. കാരണം ഇവിടെ അതിൻ്റെ ചരിത്രമൊക്കെ ഞങ്ങൾക്ക് ഹൃദയസ്ഥമാണ്. തീർച്ചയായിട്ടും ദേവരഥ സംഗമം അതെങ്ങനെയാണ്? കാരണം സ്വാഭാവികമായിട്ടും ദേവരഥ സംഗമത്തിന് പലപ്പോഴും നമ്മൾ ക്യാമറ ഇതാക്കാറുണ്ട്. അതെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ദേവരഥ സംഗമത്തിന് ക്യാമറ അത് ഏകദേശം ആ കുണ്ടമ്പലത്തിൻ്റെ ആ ജംഗ്ഷനിലാണ് ദേവരഥ സംഗമം നടക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ അത് നല്ലൊരു ഫ്രെയിം കിട്ടാൻ കുറച്ച് പാടാണ്. അവിടെ ഒരു സ്പേസ് കുറവാണ്. അവിടെ ആ ഭാഗത്ത് സ്പേസ് കുറവായതുകൊണ്ട് നമുക്ക് നല്ലൊരു ഇപ്പോൾ വിഷ്വൽ എടുക്കുന്ന ഒരു ക്യാമറാമാന് നല്ലൊരു ഫ്രെയിം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അവിടെ ഒരു വീടുണ്ട്. ആ വീടിന് അവിടെ ആ വീട്ടിന് മാത്രം മേലെ കയറാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ചാനലുകാർ ഇപ്പോൾ യൂട്യൂബേഴ്സ് കൂടെ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബേഴ്സ് ചാനലുകാർ എല്ലാവരും കൂടെ വലിയൊരു സംഘം തന്നെയുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ആ വീട്ടിന് മേലെ കയറി കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ 2 ദിവസം മുമ്പ് അവർ നമ്മളെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആ വീട്ടിൽ ഇപ്പോൾ ചെരുപ്പ് കിട്ടിട്ട് ചിലപ്പോൾ ചില ആൾക്കാർ പോകും. അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ആ വീട്ടിന് മേലെ നിന്നാൽ മാത്രമേ നല്ലൊരു ഫ്രെയിം കിട്ടുകയുള്ളൂ. ഈ സാധാരണഗതിയിൽ ഇപ്പോൾ ബ്രാഹ്മിൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും അങ്ങനെ അകത്തേക്ക് കയറ്റി അങ്ങനത്തെ ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ നമ്മളിപ്പോൾ ക്യാമറ യൂണിറ്റുകളൊക്കെ പോകുമ്പോൾ അവരുടെയൊക്കെ സഹകരണമൊക്കെ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഉണ്ട്, നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്നുണ്ട്. ചില ആൾക്കാർ പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇപ്പോൾ ചെരുപ്പിട്ടിട്ട് ഒരു വീട്ടിൽ, നമ്മുടെ വീട്ടിൽ പോലും നമ്മൾ പോലും കയറില്ലല്ലോ ചെരുപ്പിട്ടിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കയറുമ്പോൾ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അവർ പറയുന്നതിൽ കാര്യമുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾക്ക് നല്ല സഹകരണമല്ല അവർ ചെയ്തു തരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ നിൽക്കണമല്ലോ. ഇത് നിൽക്കാതെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ ചെരുപ്പൊക്കെ ഇട്ട് ആ ഒരു വീട്ടിനുള്ളിൽ കയറുക പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമ്മളാണെങ്കിലും പറയും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും സംഗീതം, കൽപ്പാത്തിയുടെ ഏറ്റവും ഹൃദയമാണ് സംഗീതം എന്ന് പറയുന്നത്. കർണാടക സംഗീത ശാഖയിലെ ത്രിമൂർത്തിരത്നങ്ങളായിട്ടുള്ള ത്യാഗരാജസ്വാമികൾ ചോദിച്ചോളൂ. അതെ, ഇതിപ്പോൾ കൽപ്പാത്തി എന്ന് പറഞ്ഞാൽ സംഗീതം മെയിൻ ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ സംഗീതത്തെക്കുറിച്ച് ഇപ്പോൾ കഴിഞ്ഞ 20 വർഷമായി ദാസേട്ടൻ ഇവിടെ ലൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സംഗീതത്തെക്കുറിച്ച് എന്തായാലും പറയാതെ പോകുന്നത് ശരിയല്ല. ഇവിടെ പ്രഗത്ഭരായ അല്ലേ മണിയർ അല്ലേ അങ്ങനെ പ്രഗത്ഭരായ ആൾക്കാരൊക്കെ ഇവിടെ ഉള്ളതാണ്. എങ്ങനെയാണ് അങ്ങനെ ഇത് കർണാടക ശരിക്കും പറഞ്ഞാൽ കൽപ്പാത്തി നമ്മൾ ചരിത്രം അറിയുമ്പോൾ തന്നെ സംഗീതത്തിന് വല്ലാത്ത ഒരു അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. കാരണം വെച്ചാൽ അത് കർണാടക സംഗീത ശാഖയിലെ ത്രിമൂർത്തി രത്നങ്ങളായിട്ടുള്ള ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, പിന്നെ ഉൾപ്പെടെയുള്ളവർ അവരുടെയൊക്കെ ഒരു കീർത്തനങ്ങൾക്ക് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കേന്ദ്രമാണിത്. ഈ അഗ്രഹാരത്തിൻ്റെ ഇരുവശങ്ങളിലും ഈ ബ്രാഹ്മമുഹൂർത്തം മുതൽ തന്നെ ബ്രാഹ്മണ സ്ത്രീകൾ വീടിൻ്റെ കോലം വരയ്ക്കുകയും അതുപോലെ തന്നെ ആ വീടുകളിൽ നിന്ന് കർണാടക സംഗീതത്തിലെ കീർത്തനങ്ങൾ ഉയരുന്ന ഒരവസ്ഥയിൽ മൃദംഗത്തിൻ്റെയും അതുപോലെ തന്നെ തമ്പുരുവിൻ്റെയും ഒക്കെ പിന്നെ ശബ്ദങ്ങൾ അതിൻ്റെ ഒരു ലയന മനോഹരമായിട്ടുള്ള കാഴ്ചയൊക്കെ നമുക്ക് പലപ്പോഴും കാണാൻ വേണ്ടി കഴിയാറുണ്ട്. കാരണം വെച്ചാൽ അത് അതൊരു വല്ലാത്ത വൈബാണത്. അതെ അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ അത് ഒരുപക്ഷെ അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ മൈസൂർ തഞ്ചാവൂർ ശൈലികളാണ് കർണാടക സംഗീതത്തിലുണ്ടായിരുന്നത്.
ആ കർണാടക സംഗീതത്തിലെ ആ ശൈലികളിൽ പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ തിരുവിതാംകൂർ മഹാരാജാവ് ഇതിൻ്റെ തഞ്ചാവൂർ ശൈലിയെ എടുക്കുകയാണ്. കർണാടക സംഗീത ശാഖയിലെ തഞ്ചാവൂർ ശൈലിയെ തിരുവിതാംകൂർ മഹാരാജാവ് എടുത്തോടു കൂടിയിട്ട് അത് കൽപ്പാത്തി നിന്നാണ് പോകുന്നത്. കൽപ്പാത്തിയിലെ ബ്രാഹ്മണർ തഞ്ചാവൂർ ശൈലിയെ സ്വീകരിക്കുന്നു. അങ്ങനെ ആ ശൈലി, സംഗീത ശൈലി തിരുവിതാംകൂർ മഹാരാജാവ് അംഗീകരിച്ചോട് കൂടിയിട്ട് ഇതിൻ്റെ ഒരു പ്രചാരം കേരളത്തിൻ്റെ മണ്ണിൽ കർണാടക സംഗീത ശാഖയിൽ തഞ്ചാവൂർ ശൈലിക്ക് ഏറ്റവും കൂടുതൽ ഒരു വളക്കൂറുള്ള മണ്ണായിട്ട് കൽപ്പാത്തി മാറുകയായിരുന്നു. പിന്നെ മാത്രമല്ല, പിന്നെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, വെങ്കല ശബ്ദത്തിനുടമയായിട്ടുള്ള ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ കർണാടക സംഗീത ശാഖയിലെ വെങ്കല ശബ്ദത്തിനുടമയാണ് അദ്ദേഹം. പിന്നെ മാത്രമല്ല, വലങ്കൈ കൊണ്ട് മൃദംഗം ഇതാക്കുന്ന മൃദംഗം മണിയരെ പോലുള്ള ഒരു പ്രതിഭ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വല്ലാത്തൊരു വൈബാണ്. കാരണം മൃദംഗം മണിയയ്യർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കർണാടക സംഗീത ശാഖയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയനായിട്ടുള്ള സംഗീതജ്ഞൻ. അദ്ദേഹത്തിൻ്റെ പേരിൽ മണിയയ്യർ റോഡ് എന്ന് പോലും പിന്നെ അവിടെയുണ്ട്. കാരണം വെച്ചാൽ അത്രയ്ക്കും ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ സംഗീതത്തിൻ്റെ ഇതായിട്ട് നമുക്ക് പലപ്പോഴും ഈ സംഗീതോത്സവം തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ സ്വാഭാവികമായിട്ട് സംഗീതോത്സവം നടക്കുമ്പോൾ ഇന്ത്യയിലെ പ്രശസ്തരായിട്ടുള്ള സംഗീതജ്ഞർ ഇവിടെ വരുന്നു. TN കൃഷ്ണയെ പോലുള്ള, ബോംബെ ജയശ്രീയെ പോലുള്ള ആളുകൾ ഇവിടെ വരുന്നു. അവരെല്ലാം തന്നെ പിന്നെ അവരുടേതായിട്ടുള്ള കഴിവ് പ്രകടിപ്പിക്കുന്നുള്ളതാണ്. ഇപ്പോൾ ബോംബെ ജയശ്രീയെ പോലുള്ള ആളുകളും TN കൃഷ്ണയെ പോലുള്ള ആളുകളൊക്കെ കർണാടക സംഗീത ശാഖയിൽ ഏറ്റവും ശ്രദ്ധേയരാണ്. അവർ വന്നിട്ട് അവരുടെ കീർത്തനങ്ങൾ അത് കേൾക്കാൻ നമുക്കൊരു അവസരം ഉണ്ടാവുകയാണ്. അതൊരിക്കലും ഉണ്ടാവില്ല. ഈ കൽപ്പാത്തി രഥോത്സവ സമയത്തുള്ള സംഗീതോത്സവത്തിന് മാത്രമേ ഇന്ത്യയിൽ തന്നെ ഇത്രയും ശ്രദ്ധേയരായിട്ടുള്ള സംഗീതജ്ഞരുടെ കീർത്തനങ്ങൾ, അതിൻ്റെ ആലാപന സൗകുമാര്യം അത് അനുഭവിക്കാൻ നമുക്ക് പറ്റും. അല്ലാത്ത ഇടവേളകളിൽ ഒരിക്കലും അവർ കിട്ടില്ല. അതാണ് ഈ സംഗീതോത്സവത്തിന് ഏറ്റവും വലിയൊരു വൈബ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ മന്തക്കര ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് നടക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ കുണ്ടമ്പലം എത്തിക്കഴിഞ്ഞു. അതാണ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സമയം പോകുന്നതൊന്നും നമ്മൾ അറിയാൻ പറ്റില്ല അല്ലേ? സത്യമാണ്. ഇപ്പം നമ്മളിപ്പോൾ കുണ്ടമ്പലം നോക്കൂ. ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറ ഇങ്ങോട്ട് തിരിക്കാം. ഇപ്പോൾ ഇത് കുണ്ടമ്പലം, നമുക്ക് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഈ കുണ്ടമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭൂതലത്തിൽ നിന്ന് നമുക്കിവിടെ നിൽക്കാം അല്ലേ? ഈ ഭൂതലത്തിൽ നിന്ന് താഴെ നിൽക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അത് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. കാരണം കേരളത്തിൽ മറ്റൊരു ക്ഷേത്രത്തിനിങ്ങനെ അവകാശപ്പെടാൻ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ഇത് കണ്ടില്ലേ? ഇങ്ങോട്ട് മറ്റേ ഇവിടെ അതെ ശശി ഇങ്ങോട്ട് ഇപ്പം ഇതിൻ്റെ കേരളത്തിൽ മറ്റൊരു ക്ഷേത്രത്തിലും അവകാശപ്പെടാൻ ഇല്ലാത്തതാണ്. കാരണം വെച്ചാൽ നമ്മൾ ഭൂതലത്തിൽ നിന്ന് താഴെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരവസ്ഥ. കാരണം വെച്ചാൽ ഇതിൻ്റെ ഉത്സവമൂർത്തി പോലും ഉള്ളത് ഈ ഭൂതലത്തിന് താഴെയുള്ള അതുകൊണ്ട് തന്നെയാണ് ഇത് കുണ്ടമ്പലമെന്ന് പറയപ്പെടുന്നത്. കാരണം വെച്ചാൽ കേരളത്തിൽ മറ്റൊരിടത്തും ഇങ്ങനെ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഒരു ശ്രീകോവിൽ സാധാരണ ഭൂതലത്തിൽ നിന്ന് താഴ്ചയിലുള്ള കുണ്ടമ്പലമെന്ന് അറിയപ്പെടുന്നു, അവിടെയാണ് ഉള്ളത്. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല, ഇത് കൽപ്പാത്തി രഥോത്സവം നമ്മുടെ മലയാളിയുടെ അല്ല ശരിക്കും. ഇത് തഞ്ചാവൂരിലെ മായാപുരത്ത് നിന്ന് വന്നിട്ടുള്ള തമിഴ് ബ്രാഹ്മണരുടെ ഒരു ഉത്സവം എന്നുള്ള നിലയ്ക്കാണ് സ്വാഭാവികമായിട്ട് നമുക്ക് അത് അറിയപ്പെടുന്നത്. കാരണം വെച്ചാൽ അത് സ്വാഭാവികമായിട്ടും പാലക്കാട് രാജാവിനോട് പറഞ്ഞു. കാരണം വെച്ചാൽ ഇവിടെ ഒരു അഗ്രഹാരം വേണം, രഥോത്സവം വേണം. അങ്ങനെ ഇവിടേക്ക് വരികയും ഇന്ന് അത് മലയാളിയുടെ അതെ ഒരു 600 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടേക്ക് വരുന്നത്. അന്നത്തെ അഗ്രഹാരം എന്ന് പറയുന്നത് ഓലപ്പുരകളാണ്. ഇന്നത്തെ പോലുള്ള അഗ്രഹാരങ്ങളല്ല, ഓലപ്പുരകളാണ്. ആ ഓലപ്പുരകൾക്ക് തീപിടിക്കുന്നു. അങ്ങനെ പാലക്കാട് രാജാവ് ഇട്ടിക്കൊമ്പി അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഈ ഇവിടുത്തെ തമിഴ് ബ്രാഹ്മണരുടെ അമ്പലത്തിന് മനസ്സുകൊണ്ട് അവർക്ക് ഈ ചില്ലോടുകളിൽ, ഈ രണ്ട് ഭാഗത്തും ചില്ലോടുകളിൽ പിന്നെ അഗ്രഹാരം പണിത് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ഇവിടെ നമ്മൾ കുടുംബസമയം താമസിക്കുന്നു, പക്ഷേ ഞങ്ങളുടെ ഒരു ഉത്സവം എന്നുള്ള നിലയ്ക്ക് രഥോത്സവം ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറയണം. തഞ്ചാവൂരിലെ മായാപുരത്തെ രഥോത്സവം എന്ന് വെച്ചാൽ വർണ്ണച്ചേലകൾ കൊണ്ട് ഇതായിട്ടുള്ള രഥോത്സവമാണ്. കാരണം നമ്മൾ ഇവിടെ കാണുന്ന രഥോത്സവത്തിൻ്റെ രീതിയല്ല. ഇന്ന് കാണുന്ന രഥമാണോ? അല്ല, രഥത്തിലും മാറ്റമില്ല. രഥത്തിലും സപ്രത്തിലൊന്നും ഒരു മാറ്റമില്ല. മറിച്ച് ഇതിൻ്റെ വർണ്ണം ഉണ്ടല്ലോ. കാരണം വെച്ചത് സാരികൾ കൊണ്ട്, വിവിധ വർണ്ണങ്ങളിലുള്ള സാരികൾ കൊണ്ട് ഈ രഥം അലങ്കരിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഇവിടെ വരുമ്പോൾ അത് ഞെട്ടിമാലകൾ കൊണ്ടാണ്. ആ ഞെട്ടിമാലകൾ കൊണ്ട് അലങ്കരിക്കാനും അതിനുള്ള എല്ലാ അവകാശക്കാരുണ്ട്. തീർച്ചയായും അത് ഇനിയിപ്പോൾ നോക്കൂ, ഇവിടെയാണല്ലോ ദേവരഥ സംഗമം. മണിക്കൂറുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ദേവരഥ സംഗമം നടക്കുന്ന ഏറ്റവും വലിയ സ്പോട്ടാണത്. ഒരുപക്ഷെ ഇത് പിന്നെ കൽപ്പാത്തി രഥോത്സവത്തിലെ ഏറ്റവും സെൻറ്റർ സ്പോട്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ദേവരഥ സംഗമത്തിന് വിവിധ ഗ്രാമക്ഷേത്രങ്ങളിലെ 5 രഥങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ ഒരു ഫ്രെയിമിൽ അതെങ്ങനെയാണ് അംബരീഷ് ആ ഫീൽ ചെയ്യുന്നത്? അതാ ഞാൻ പറഞ്ഞത്, ഇത് ഈ കാണുന്ന ഈ സ്പേസേ ഉള്ളൂ. ഇവിടെയാണ് ഈ 5 രഥങ്ങൾ ഈ ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു നല്ലൊരു ഈ 5 രഥങ്ങളും ഒരു ഫ്രെയിമിൽ കൊള്ളുന്ന രീതിയിലൊരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ താഴെ ഇവിടെ നിന്നാലും കിട്ടില്ല. അതിനാണത് അവിടെ ഒരു വീടുണ്ട്. ആ വീടിന് മേലെ കയറിയിട്ട് വേണം നമുക്ക്
ആ ഫ്രെയിം വെക്കാൻ. കാരണം വെച്ചാൽ അത്രയധികം തിരക്കാണ്. ഇപ്പോൾ നമ്മൾ പറയാമല്ലേ, ഇപ്പോൾ പൊഴിയിട്ടാൽ പൊഴി വീടില്ല എന്ന് പറയുന്ന തിരക്കിലേക്ക് വരികയാണ് നമ്മളിപ്പോൾ. ഇനിയിപ്പോൾ ഓരോ മണിക്കൂറും ഇനി എന്താ പറയുക, കൽപ്പാത്തി ഒരു ഉത്സവ പ്രേമികളെ കൊണ്ട് നിറയുകയാണ്. ഈ അഗ്രഹാരം മുഴുവൻ ഒരു പുഴ പോലെ അല്ലേ, ഒരു പുഴ പോലെ, സമുദ്രത്തിലെ തിരയിളക്കം പോലെ ആഹ്ലാദത്തിലെ ആർപ്പുവിളികൾ ഒരു മണിക്കൂറുകളിലേക്ക് നമ്മൾ പോവുകയാണ്. തീർച്ചയായും ഇത്രയും നേരം കാരണം വെച്ചാൽ മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നാണ് തുടങ്ങി ദേവദേവ സംഗമം നടക്കുന്ന വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ ഇവിടെ എത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും മാന്യ പ്രേക്ഷകർ, ക്യാമറമാൻ അംബരീഷും നന്ദി, നമസ്കാരം. സാധാരണ ദാസേട്ടനാണ് എല്ലാവരും ഇതേപോലെ ഇൻ്റർവ്യൂ ചെയ്യാറ്. ഇന്നിപ്പോൾ ഇതുവരെ ദാസേട്ടന് വേണ്ടി ക്യാമറ ചെയ്ത് ഞാൻ ദാസേട്ടനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് സന്തോഷം. ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം. മാന്യ പ്രേക്ഷകർക്ക് നന്ദി, നന്ദി, നമസ്കാരം.